പി.സി. ജോർജിന്റെ വിവാദമായൊരു പരാമർശമാണ് ഇന്ന് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുന്നുവെന്നും ക്രിസ്ത്യാനികൾ 24 വയസ്സിന് മുൻപ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കണമെന്നുമാണ് പി.സി. ജോർജ് പറഞ്ഞത്. പാലായിൽ നടന്ന കെ.സി.ബി.സിയുടെ ലഹരി വിരുദ്ധ സെമിനാറിലാണ് പി.സി. ജോർജ് ഈ പരാമർശം ഉന്നയിച്ചത്. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെയാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത്. 41 പേരെ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. ഇന്നലെ ഒരു കൊച്ചുപോയി, വയസ്സ് 25. ഇന്നലെ രാത്രി 9:30ക്കാണ് പോയത്. തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 25 വയസ്സ് വരെ ആ പെൺകുട്ടിയെ പിടിച്ചുവെച്ച് അപ്പനിട്ട് അടി കൊടുക്കണ്ടേ? എന്താ അതിനെ കെട്ടിച്ചു വിടാഞ്ഞേ? നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണിത് എന്നാണ് പി.സി. ജോർജ് പറഞ്ഞത്. ഒരു 22, 23 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ? ആ മര്യാദ കാണിക്കണ്ടേ? 25 വയസ്സായിരുന്നപ്പോൾ എനിക്ക് തോന്നിയല്ലോ പെൺകുട്ടികളെ കാണുമ്പോൾ സന്തോഷം. അപ്പോൾ ഒരു പെൺകൊച്ചിന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നില്ലേ? ഇത് റിയാലിറ്റിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിന്റെ പേരിലായിരുന്നു പി.സി. ജോർജിനെതിരെ കേസെടുത്തത്. ഇപ്പോൾ വീണ്ടും കേസെടുക്കും എന്ന റിപ്പോർട്ടുകളാണ് വന്നത്. എന്നാൽ കേസെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ലവ് ജിഹാദ് പരാമർശത്തിൽ പി.സി. ജോർജിനെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമായില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ എടുക്കുന്നത്. നിലവിൽ പി.സി. ജോർജിനെതിരെ 3 പരാതികളാണ് ഉള്ളത്. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിലെ ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണ് നിലവിലെ പ്രസംഗമെന്ന് കാണിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റി പാലാ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിലെ പരാതിക്കാരും യൂത്ത് ലീഗാണ്. അതേസമയം പി.സി. ജോർജിന് പിന്തുണയുമായി മകനും ബി.ജെ.പി. നേതാവുമായ ഷോൺ ജോർജ് രംഗത്തെത്തി. പി.സി. ജോർജിന്റെ നാവിന്റെ താക്കോൽ പൂട്ടി പോലീസിന് കൊടുക്കില്ല എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞത്. വിദ്വേഷ പ്രസംഗം എന്ന പേരിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാട്ടലാണെന്നും ഷോൺ ജോർജ് ന്യായീകരിച്ചു. കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഷോണിന്റെ വിശദീകരണം. ചില സംഘടനകൾക്കെതിരെ പ്രതികരിച്ചാൽ ഉടനെ കേസെടുക്കുന്ന നിലപാട് പോലീസ് തുടർന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. ഒന്നും മിണ്ടാതിരിക്കാൻ ഇത് അഫ്ഗാനോ പാകിസ്ഥാനോ അല്ല. ജനാധിപത്യപരമായ എല്ലാ അവകാശങ്ങളും ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എല്ലാവർക്കും ഉണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ലവ് ജിഹാദിന്റെ പേരിൽ 400 അല്ല, അതിലധികം കണക്കുകളുണ്ട്. ഇത് ബന്ധപ്പെട്ട അധികൃതർ ആവശ്യപ്പെട്ടാൽ കണക്കായി തന്നെ നൽകും. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് 28 ജഡ്ജ്മെന്റുകൾ ഉണ്ട്. ഇവിടെ വിവാഹം എന്ന പേരിൽ നടത്തുന്നത് പരിവർത്തനം എന്നതിനാലാണ് പ്രതികരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതോടെ മുസ്ലിം ലീഗ് വലിയ രീതിയിലാണ് പി.സി. ജോർജിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും എസ്.ഡി.പി.ക്കെതിരെ ഇപ്പോൾ കേന്ദ്രം നിരവധി അന്വേഷണങ്ങളും റെയ്ഡുകളും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പി.സി. ജോർജിന്റെ ഈ ഒരു കാര്യം, ഈ ഒരു വെളിപ്പെടുത്തൽ എന്തായാലും കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പൂർണ്ണമായും വ്യക്തമാണ്. കേന്ദ്രത്തിൽ നിന്നും, അതായത് യോഗി ആദിത്യനാഥിന്റെയും അമിത്ഷായുടെയും ഒക്കെ പിന്തുണയോടെ തന്നെയാണ് പി.സി. ജോർജ് ഇത്രയും വലിയൊരു, കാരണം ഈ ജാമ്യ വ്യവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ അജണ്ട ഉണ്ടായിരിക്കണം. പി.സി. ജോർജിനെ തീർക്കാനാണ് ഇപ്പോൾ എസ്.ഡി.പി.ഐയുടെ പുതിയ നീക്കം എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.